പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. തക്കാളി ചട്നിയുടെ വീഡിയോ ആണ്. ഞാൻ ആദ്യം ചീനച്ചട്ടി ഇത് അടുപ്പത്ത് വെച്ച് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഓരോ സാധനങ്ങൾ ആദ്യം മുഴുവൻ മുളക് ഇട്ട് വഴറ്റിയെടുക്കണം. ഒന്ന് ചൂടാക്കി മുളക് ചൂടായി എടുത്തതിന് ശേഷം സവോള ഇട്ട് 2 സവോള ഇട്ട് അതൊന്ന് അതിൻ്റെ പച്ച ഇത് മാറുന്ന വരെ ഇളക്കി ഒന്ന് വാട്ടിയെടുക്കുക. സവോള ഇത് ഉള്ളി നന്നായിട്ട് വാടി കഴിയുമ്പോൾ ഇറക്കി തക്കാളി ഇടണം. അത് കഴിഞ്ഞ് തക്കാളി ഇട്ട് വഴറ്റിയെടുക്കണം. ഒന്ന് വാട്ടി ഇങ്ങനെ വാട്ടിയെടുക്കുമ്പോൾ സ്വല്പം ഇതിൽ ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. വഴറ്റി ഇതൊന്ന് വാടി കഴിയുമ്പോൾ ഇറക്കി വെക്കണം. ഹലോ ഗൈസ്, തക്കാളി ഒന്ന് നന്നായിട്ട് ഇത് വാടി കഴിയുമ്പോൾ അത് ഇറക്കി ചൂടാറാൻ ഒന്ന് തണുക്കാനായിട്ട് വെക്കണം. അതിന് ശേഷം പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വാട്ടിയെടുക്കണം. ഹലോ ഗൈസ്, മുളക്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത് ഒന്ന് എണ്ണയിലിട്ട് വാട്ടിയത് ഇത് ഒന്ന് വാടി കഴിയുമ്പോൾ ഇറക്കി വയ്ക്കുക. ഗൈസ്, തക്കാളി ചമ്മന്തിയുടെ കൂടെ ഒരു ദോശ ഉണ്ടാക്കുന്നതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിലെന്താ വേണ്ടതെന്ന് വെച്ചാൽ മസൂർ ദാൽ, ചുവന്ന പരിപ്പ്, അതുപോലെ തന്നെ റവ, അത് രണ്ടും വെള്ളത്തിൽ കുതിരിയിടുക. അപ്പോൾ അത് കുതിരിയിട്ടിട്ട് നമ്മൾ അതിൽ തക്കാളി ചേർക്കണം. നുറുക്കി വെച്ച തക്കാളി ചേർത്ത് അരയ്ക്കുക. അപ്പോൾ അതിന് ഉഴുന്നോ അരിപ്പൊടിയോ അല്ല പച്ചരിയോ ഒന്നും വേണ്ട. പെട്ടെന്ന് തന്നെ ഒരു 30 മിനിറ്റ് കൊണ്ട് ഈ ദോശ ഉണ്ടാക്കാം. അതിൻ്റെ കൂടെ സൂപ്പർ ഐറ്റമാണ് തക്കാളി ചട്നി. ഇത് നിങ്ങൾക്ക് ഫുഡിനൊപ്പം കഴിക്കാനായിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്, വൈകിട്ട് 4 മണിക്ക് ചായക്ക് ഇതായിട്ട് ഉപയോഗിക്കാം, കടിയായിട്ട് ഉപയോഗിക്കാം. സൂപ്പറാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക. ചുവന്ന തക്കാളി ചമ്മന്തി, ചുമന്ന ദോശ നല്ലതായിരിക്കും, സൂപ്പറായിരിക്കും. ഹലോ ഗൈസ്, ചുമന്ന പരിപ്പ്, മസൂർ ദാലും റവയും തക്കാളി നുറുക്കിയതും ഇട്ട് അത് പൾപ്പാക്കി എടുത്തു ദോശമാവിൻ്റെ രൂപത്തിൽ. അത് കഴിഞ്ഞ് നമ്മൾ ദോശ കോരി ഒഴിക്കാം. തക്കാളി ചമ്മന്തിയുടെ കൂടെ കഴിക്കാനായിട്ടുള്ളത്. ചുമന്ന പരിപ്പ്, മസൂർ ദാലും ഉഴുന്ന് പരിപ്പും കൂടി അരച്ച് അതിൽ തക്കാളി ഇട്ട് അരച്ച് ഉപ്പ് ചേർത്ത് ദോശ ഞാൻ ഉണ്ടാക്കുന്നത്. നമ്മുടെ തക്കാളി ചട്നി റെഡിയായി. ചുവന്ന പരിപ്പും ഉഴുന്നും തക്കാളിയും കൂട്ടിയിട്ടുള്ള ദോശയും റെഡിയായി. അരമണിക്കൂറിനുള്ളിൽ പെട്ടെന്ന് ഉണ്ടാക്കാം. തലേദിവസം അരി കുതിർത്തുകയോ ഉഴുന്ന് കുതിർത്തുകയോ ഒന്നും ആവശ്യമില്ല. പിന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചാൽ ഇടയ്ക്ക് ഉണ്ടാക്കി നോക്കി കഴിക്കാനുള്ള ഇത് ടേസ്റ്റ് കൊണ്ട് ഉണ്ടാക്കും, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.